പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു നിങ്ങളെക്കുറിച്ച് കരുതലുള്ളവനാണ് എന്ന് നിങ്ങൾക്കറിയാമോ? വളരെ കരുതലുള്ളയൊരു ദൈവമാണ്. നിങ്ങളുടെ മേൽ പ്രത്യേകമായി സ്നേഹം വച്ചിരിക്കുന്നവനാണ്. അതെയോ? സത്യമാണോ? യേശു എന്നെ അങ്ങനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുകയാണോ? തീർച്ചയായും. അതുകൊണ്ടല്ലേ യേശു ദിവസവും നിങ്ങളോട് സംസാരിക്കുന്നത്, അല്ലേ? ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു, വിശ്വാസം വർദ്ധിക്കുന്നുണ്ടല്ലേ? അത് യേശുവിന്റെ കൃപയാണ്. നാം യേശുവോട് തിരിക്കുന്നതും യേശുവിന്റെ കൂടെ നടക്കുന്നതും വലിയൊരു ഭാഗ്യമാണ്. ഇതിനേക്കാൾ വലിയ അനുഗ്രഹം എന്താണ് വേണ്ടത്? അതുമാത്രമല്ല, ഇന്ന് യേശു ഒരു വാക്ക് തരുന്നു. ആവർത്തന പുസ്തകം 26 അധ്യായം 19 വാക്യത്തിൽ, സകല ജാതികൾക്കും മീതെ നിന്നെ പുകഴ്ചയ്ക്കും കീർത്തിക്കും മാനത്തിനുമായി ഉന്നതമാക്കും. നിന്നെ ഉന്നതമാക്കും എന്ന് ദൈവം പറയുന്നു. നിങ്ങൾ പഠിക്കുകയാണോ? പഠിപ്പിൽ ഉന്നത നിലയിലെത്തിക്കും. നീ ജോലി ചെയ്യുകയാണോ? ജോലിയിൽ നിന്നെ പുകഴ്ചയ്ക്കും കീർത്തിക്കും ഉന്നത നിലയിലെത്തിക്കും. ബിസിനസ് ചെയ്യുകയാണോ? അതിൽ നിനക്ക് പുകഴ്ചയും കീർത്തിയും ഉണ്ടാക്കിത്തരും. അതായത് ദൈവം ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്താലും അതിൽ നിങ്ങൾക്ക് പുകഴ്ചയും കീർത്തിയും മഹിമയും ഉണ്ടാക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. അതെത്ര മഹാഭാഗ്യമാണ്! ചിന്തിച്ചു നോക്കൂ. ദൈവം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വലിയൊരു സന്തോഷമുണ്ടാകും, അല്ലേ? അത് സത്യമല്ലേ? ഒരു പാവപ്പെട്ട കുടുംബമുണ്ടായിരുന്നു. അവരുടെ വീട്ടിൽ കറണ്ട് കണക്ഷൻ കൊടുക്കുന്നതിനുള്ള സൗകര്യം പോലുമില്ല. അതുകൊണ്ട് വിളക്കിന്റെ വെളിച്ചത്തിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വിളക്ക് കത്തിച്ച് വെക്കാറില്ലേ? അതിന് വെളിച്ചം കുറവാണെങ്കിൽ റോഡിന്റെ സൈഡിലുള്ള സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലേ, ആ വെളിച്ചത്തിൽ പോസ്റ്റിന്റെ അടിയിൽ ഇരുന്നു കൊണ്ടാണ് പഠിക്കാറ്. അങ്ങനെയുള്ള ഒരു പാവപ്പെട്ട കുടുംബം. അവര് പറയും, ഇങ്ങനെയെല്ലാം പഠിച്ച് മുന്നേറാൻ സാധിക്കുമോ? ഒരു സൗകര്യവുമില്ല. വളരെ എളിയ കുടുംബമാണ്. വിധവയായ അമ്മയാണ് കഷ്ടപ്പെട്ട് ഈ മകളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവൾക്കൊരു വിശ്വാസമുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ കഷ്ടപ്പെടുന്നു, പക്ഷേ കർത്താവായ യേശു എന്നെ ആശീർവദിക്കും, എന്നെ ഉയർത്തുമെന്ന് വലിയ ഒരു വിശ്വാസമുണ്ടായിരുന്നു. എന്നാൽ യേശുക്രിസ്തു, ആ മകളുടെ ആ സിൻസിയറിറ്റി, അവളുടെ ആ സമർപ്പണം, യേശു അവൾക്ക് കൊടുത്ത ജോലിയിലുള്ള ശ്രദ്ധ, ഇവയെല്ലാം കണ്ട്, അവളുടെ കഠിനാധ്വാനം കണ്ട് ആശീർവദിച്ചുയർത്തി ഒരു ഉയർന്ന സ്ഥിതിയിൽ അവളെ എത്തിച്ചു. ഏതുവരെ എന്ന് ചോദിച്ചാൽ, ഒരു IT കമ്പനിയിൽ ലീഡർഷിപ്പ്, അതായത് ലീഡർ ഒരുപാട് പേർക്ക് ജോലിയിൽ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു വലിയ ചുമതല അവളെ ഏൽപ്പിച്ചു. ചിന്തിക്കാനേ സാധിച്ചില്ല. ഒരു തെരുവ് വിളക്കിലിരുന്ന് പഠിച്ചു, ഒരു ചെറ്റക്കുടിലിൽ താമസിച്ചു. പക്ഷേ ദൈവം ഇന്നെന്നെ ഒരു കമ്പനിയിൽ ഉയർന്ന പദവിയിൽ വെച്ചിരിക്കുന്നു. എന്റെ കഴിവ് കണ്ട്, എന്റെ അധ്വാനത്തെ കണ്ട് എന്നെ പ്രശംസിക്കുന്നു, പുകഴ്ത്തുന്നു. ഇത്ര ചെറുപ്രായത്തിൽ ഇത്ര വലിയൊരു പദവി ദൈവം തന്നിരിക്കുന്നു എന്ന് അവൾ സന്തോഷത്തോടു കൂടി പറഞ്ഞു. നിങ്ങൾക്കും ചെയ്യും. യേശുക്രിസ്തു ചെയ്യും. നിങ്ങൾക്ക് പുകഴ്ചയും കീർത്തിയും മഹിമയും നൽകും. കാരണം നിങ്ങളെക്കുറിച്ച് യേശു കരുതുന്നുണ്ട്. യേശുവിന് സാധിക്കും. എന്റെ പ്രിയപ്പെട്ട മകനെ, വിശ്വസിക്കൂ. മകളെ, വിശ്വസിക്കൂ. കർത്താവായ യേശു എന്റെ കൂടെയുണ്ട്. എനിക്ക് കീർത്തിയും പുകഴ്ചയും തരുമെന്ന് പറയുമോ? കർത്താവെ, അങ്ങ് എന്നെക്കുറിച്ച് വളരെയധികം കരുതുന്നു, സ്നേഹിക്കുന്നു. യേശുവെ, അങ്ങയുടെ സ്നേഹത്തെ എനിക്ക് മറക്കാൻ കഴിയുന്നില്ല. അങ്ങ് വാക്ക് തന്നതുപോലെ എന്നെ കീർത്തിയും പുകഴ്ചയും മഹിമയും ഉള്ളവനാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ അത്ഭുതത്തെ പ്രതീക്ഷിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ